ചുമട്ടുതൊഴിലാളിയായ മണിയൻ എങ്ങനെ ഗോപൻ സ്വാമിയായി? ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിംഗ് ആയി സ്വാമിയുടെ ജീവിതം ഇങ്ങനെ. നെയ്യാറ്റിൻകരയിൽ പിതാവ് സമാധിയായെന്ന് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി എന്ന പേര് കേരളത്തിൽ ചർച്ചയായത്. അതിയന്നൂർ കാവുവിളാകത്ത് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് മക്കൾ പോസ്റ്റർ പതിക്കുകയും അടക്കം ചെയ്ത് സ്മാരകം സ്ഥാപിക്കുകയും ചെയ്തതോടെയാണ് ഗോപൻ സ്വാമി പ്രശസ്തനായത്. എന്നാൽ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് അയൽവാസികൾ രംഗത്ത് വന്നതോടെ കഥ മാറിമറിഞ്ഞു. വീടിന് മുന്നിൽ സമാധിയിരുത്തിയെന്ന് മകൻ അവകാശപ്പെടുന്ന കല്ലറ പൊളിച്ചു പരിശോധിക്കാൻ പോലീസ് എത്തി. ഇതോടെ ഒരു വിഭാഗം എതിർപ്പുമായി എത്തി. എന്തായാലും ഇതോടെ ഗോപൻ സ്വാമി ഗൂഗിൾ സെർച്ചിലടക്കം ട്രെൻഡിംഗ് ആയി. നെയ്ത്തു തൊഴിലാളിയായാണ് ഗോപൻ സ്വാമി തൊഴിൽ ജീവിതം ആരംഭിക്കുന്നത്. ഗോപൻ സ്വാമി ആകുന്നതിന് മുമ്പ് മണിയൻ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാവിളയിലാണ് ആദ്യം താമസിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് നെയ്ത്തു തൊഴിൽ ചെയ്തത്. പിന്നീട് ചുമട്ടുതൊഴിലാളിയായി. ഇവിടെ നിന്ന് പിന്നീട് ആറാലുമൂട്ടിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറുകയായിരുന്നു. നേരത്തെ AITUC യൂണിയൻ ആയിരുന്നു, പിന്നീട് BMSലേക്ക് മാറി. ആറാലുമൂട് ചന്തയ്ക്ക് സമീപമാണ് താമസിച്ചിരുന്നത്. 20 വർഷം മുമ്പാണ് കാവുവിളയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത്. പിന്നീട് വീടിനോട് ചേർന്ന് കൈലാസനാഥൻ മഹാദേവൻ ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിന് പുറത്തായി 5 വർഷം മുമ്പ് സമാധിപീഠവും ഒരുക്കിയിരുന്നു. ഗോപൻ സ്വാമിയുടെ മൂത്ത മകൻ നേരത്തെ മരിച്ചു. പിന്നെയുള്ള 2 ആൺമക്കളിൽ ഇളയവനായ രാജശേഖരൻ അച്ഛനൊപ്പം പൂജകളിൽ പങ്കാളിയായി. രക്താതിസമ്മർദ്ദവും പ്രമേഹവും കാരണം പാറശാലയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയിലാണ് ഗോപൻ സ്വാമി തുടർന്നിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗോപൻ സ്വാമി പുറത്തിറങ്ങാനാവാതെ കിടപ്പിലായി. സമാധിയായെന്ന് മക്കൾ പ്രഖ്യാപിച്ചതിന് 3 ദിവസം മുമ്പാണ് ചികിത്സയ്ക്കായി ഗോപൻ സ്വാമി ആശുപത്രിയിൽ പോയത്. അച്ഛൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സമാധി ഇരുത്തിയതെന്ന് മക്കൾ പറഞ്ഞിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10:30 അച്ഛൻ നടന്നാണ് സമാധി പീഠത്തിലെത്തിയതെന്നും തന്നെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നുവെന്നും പൂജാരിയായ മകൻ രാജശേഖരൻ പറഞ്ഞു. അതേസമയം ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിച്ച് പരിശോധിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പോലീസ്. നിലവിൽ നെയ്യാറ്റിൻകര ആറാമൂട് സ്വദേശി ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസാണ് നെയ്യാറ്റിൻകര പോലീസ് എടുത്തിരിക്കുന്നത്. നാട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ്.